കോഴിക്കോട്ടേക്ക് പോകാം. യു.ഡി.എഫിന് പലയിടങ്ങളിലും വിമത ഭീഷണിയുണ്ട്. കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കാരശ്ശേരിയിലും പൂവാട്ടുപറമ്പിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് എതിരെ റിബലുകൾ മത്സരരംഗത്തുണ്ട്. വടകര നഗരസഭയിൽ 2-ാം വാർഡിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഫൈസലിനെതിരെ ലീഗ് പ്രസിഡന്റ് നാസർ മാസ്റ്റർ മത്സരരംഗത്ത് ഉണ്ട്. പലയിടത്തും ലീഗിന് വെല്ലുവിളിയായി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വെല്ലുവിളിയായി അങ്ങനെ ലീഗിന്റെ വിമതരൊക്കെ തന്നെ നിൽക്കുന്നുണ്ട്. മലബാറിൽ പലയിടത്തും അങ്ങനെ വിമത ഭീഷണി നേരിടുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അന്യ നീക്കങ്ങൾ ഇനി സാധ്യമാകുമോ? കാരണം ഈ മത്സരരംഗത്ത് നിന്നും പത്രിക പിൻവലിക്കാതെ നിൽക്കുമ്പോൾ അവരൊക്കെ ഇനി ഏതെങ്കിലും തരത്തിലൊരു അന്യത്തിലേക്ക് വരികയും മത്സരരംഗത്ത് ഇറങ്ങാതെ ഇരിക്കുകയൊക്കെ ചെയ്യുമോ എന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും കോഴിക്കോടിനെ സംബന്ധിച്ച് നേരത്തെ ഫറൂഖ് നഗരസഭയിൽ അവിടെയൊക്കെ തന്നെ വലിയ വിമത ശല്യം ഉണ്ടായിരുന്നു. അവരെ അതിനെയൊക്കെ ചെറുക്കാനുള്ള നീക്കങ്ങളും ചർച്ചകളും ഒക്കെ തന്നെ മുന്നണി നേതൃത്വങ്ങൾ ഇടപെട്ടുകൊണ്ട് ഓരോ ജില്ലയിലും യു.ഡി.എഫിൻ്റെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഏകോപനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെയാണ് അതിൻ്റെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയാണ് കോഴിക്കോട് ഇത്തരത്തിൽ യു.ഡി.എഫുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കൊക്കെ നേതൃത്വം നൽകിയത്. അപ്പോൾ അവിടേക്കുള്ള ഈ വിമത ശബ്ദങ്ങളെ നേരിടാൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള ശ്രമങ്ങളോടും മുഖം തിരിച്ചുകൊണ്ട് അവർ നിലയുറപ്പിക്കുന്നെങ്കിൽ അത് തീർച്ചയായും അത് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്കൊക്കെ വലിയ വെല്ലുവിളി പ്രാദേശികമായി ഉയർത്തുമെന്ന് ഏകദേശം നമുക്ക് സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട്. ഷഹീദ്, ജില്ലയിൽ ഏതൊക്കെ നഗരസഭാ മേഖലകൾ, കോർപ്പറേഷനിലെ സ്ഥിതി എന്താണ്? എവിടെയൊക്കെയാണ് മുന്നണികൾക്ക് വെല്ലുവിളി ഉയർത്തി വിമതരുള്ളത്? പ്രതീക്ഷ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നത് യു.ഡി.എഫിനാണ്, പ്രത്യേകിച്ചും കോൺഗ്രസിന് തന്നെയാണുള്ളത്. കോർപ്പറേഷനിൽ പ്രത്യേകിച്ച് നമുക്കറിയാം, കല്ലായി ഡിവിഷൻ VMUവിനെ യു.ഡി.എഫ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഇറക്കി. പകരം അത് സ്ഥാനാർത്ഥിത്വം പ്രശ്നമായി, വോട്ടില്ലാത്ത പ്രശ്നം വന്നു. അങ്ങനെയാണ് അവിടെ രാജൻ അടാട്ട് അതിനെ സ്ഥാനാർത്ഥിയാക്കി ഇറക്കിയത്. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ അവിടെ സുദീപ് സ്ഥാനാർത്ഥിയായി, വിമത സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയായി നിലനിൽക്കുന്നുണ്ട്. പിന്നീട് ഒപ്പം തന്നെ കോർപ്പറേഷനിലെ ചാലപ്പുറം വാർഡിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിക്കെതിരെ വിമത സ്ഥാനാർത്ഥി മത്സരരംഗത്തുണ്ട്. ഏറ്റവും പ്രധാനമായും കോൺഗ്രസിന് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുന്നത് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലെ കാരശ്ശേരി ഡിവിഷനിലാണ്. അവിടെ യു.ഡി.എഫിൻ്റെ സ്ഥാനാർത്ഥി സുഹൈബ് ആണ് യു.ഡി.എഫ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രംഗത്തുള്ളത്. പക്ഷേ ആ സ്ഥാനാർത്ഥിക്കെതിരെ മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഇഷാൽ ഇപ്പോൾ മത്സരരംഗത്തുണ്ട്. പത്രിക പിൻവലിച്ചിട്ടില്ല. മുഹമ്മദ് ഇഷാലിനെ മത്സരരംഗത്തുനിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി യു.ഡി.എഫ് നേതാക്കൾ വലിയ ശ്രമം, പ്രത്യേകിച്ചും DCC നേതൃത്വത്തിൽ വലിയ ചർച്ചകൾ നടത്തിയിരുന്നു. ആ പ്രാദേശികമായി വലിയ ജനസ്വാധീനമുള്ള നേതാവ് കൂടിയാണ് മുഹമ്മദ് ദിശാൽ. ആ അർത്ഥത്തിൽ ദിശാലിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തിയിരുന്നു. DCC നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളൊക്കെ ഉയർത്തിയാണ് ഇപ്പോൾ മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോടും സ്ഥിതി വ്യത്യസ്തമല്ല. വിമതശല്യം പലയിടത്തുമുണ്ട്. യു.ഡി.എഫിനാണ് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്നത്.